जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंदा. ओके. हरे कृष्ण 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 हरे हरे राम हरे राम. ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ചൈതന്യ ചരിതാമൃതം ആദിലീല നമ്മൾ ചർച്ച ചെയ്തു വരുന്നു. ആദിലീലയിലെ 3-ാമത്തെ അധ്യായത്തിലെ 73-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. 74-ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. നിത്യാനന്ദ ഗോസായി സാക്ഷാത് ഹാലാധര അദ്വൈത ആചാര്യ ഗോസായി സാക്ഷാത് ഈശ്വര. ആര് വായിക്കുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിത്യാനന്ദ ഗോസാനി സാക്ഷാത് ഹാലധര അദ്വൈത ആചാര്യ ഗോസാനി സാക്ഷാത് ഈശ്വര. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. നിത്യാനന്ദ ഗോസാനി സാക്ഷാൽ ഹലധരനായ ബലരാമനും അദ്വൈത ആചാര്യൻ ഭഗവാൻ തന്നെയുമാകുന്നു. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാമം. പ്രണാമം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിത്യാനന്ദ പ്രഭു ആരാണ്? ഹലാധര എന്ന് പറഞ്ഞാൽ ആരാണ്? ബലരാമൻ. ദ്വൈതാചാര്യ ആരാണ്? പരമദൈവത്വം പുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെ, അതായത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീ അദ്വൈതാചാര്യ. നിത്യാനന്ദ പ്രഭുവാണെങ്കിൽ ബലരാമൻ. ഇതാണ് നമുക്കറിയുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ആദ്യത്തെ വിസ്തരണമാണ് ബലരാമൻ. പിന്നെ അതിനുശേഷം ഒരുപാട് വിസ്തരണങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹാവിഷ്ണു വരുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീ അദ്വൈത പ്രഭു, അദ്വൈതാചാര്യ. അപ്പോൾ നോക്കുവാണെങ്കിൽ പഞ്ചതത്വയിലെ 3 പേര്, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു, ശ്രീ നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഇവർ 3 പേരും വിഷ്ണു തത്വങ്ങളാണ്. ഇവർ 3 പേരും ഭഗവാൻ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ വരുന്നത് 2 പേര് ആരൊക്കെയാണ്? ഗദാധര പണ്ഡിറ്റും ശ്രീവാസ് ഠാക്കൂർ. ഗദാധര പണ്ഡിറ്റാണെങ്കിൽ അദ്ദേഹം രാധാറാണിയാണ്. പിന്നെ ശ്രീവാസ് ഠാക്കൂർ ആരാണ്? അദ്ദേഹം നാരദ മഹർഷി. അപ്പോൾ ഒരു ഭക്തൻ്റെ അവതാരമാണ് ശ്രീവാസ് ഠാക്കൂർ. വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തൻ്റെ അവതാരം. ഓക്കെ. ശ്രീവാസാദി പരിഷദ സൈന്യ സംഗേലായ ദുയി സേനാപതി ഭൂലെ കീർത്തന കരിയ. വായിച്ചോളൂ. ശ്രീവാസാദി പരിഷദ സൈന്യ സംഗേലയ ദുയി സേനാപതി ഭൂലെ കീർത്തന കരിയ. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. ഈ 2 സൈന്യാധിപന്മാർ ശ്രീവാസ ടാഗോറിനെ പോലുള്ള അവരുടെ സൈനികർക്കൊപ്പം ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്തുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ശ്രീവാസ് ഠാക്കൂർ. ശ്രീവാസ് ഠാക്കൂർ ആദ്യം പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ 2 പേരാരാണ്? നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ. അപ്പോൾ അദ്വൈതാചാര്യ, നിത്യാനന്ദ പ്രഭു ഇവിടെ പറയുന്നു അവർ 2 പേര് സേനാപതി, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേനാപതി ആണ്. ദുയി സേനാപതി ബുലെ കീർത്തന കരി. അപ്പോൾ സേനാപതിയായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അദ്വൈത പ്രഭുവിനെയും അതേപോലെ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ. കൂട്ടത്തിൽ ആരൊക്കെയാണ് സോൾജിയേഴ്സ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈന്യം? അപ്പോൾ സേനാപതിയായിട്ട് അദ്വൈത പ്രഭു, നിത്യാനന്ദ പ്രഭു. അവരുടെ കൂടെ സൈന്യമായിട്ടുള്ളത് ആരൊക്കെയാണ്? ശ്രീവാസാദി പാർഷദ, ശ്രീവാസ് ഠാക്കൂറും മറ്റുള്ള പാർഷദന്മാരും. ഇനി അവരെന്താണ് ചെയ്യുന്നത്? എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ബുലെ കീർത്തന കരിയ. എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തിരുനാമം എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നു. അപ്പോൾ സേനാപതിയായിട്ടുള്ള അദ്വൈത പ്രഭുവിനെ, നിത്യാനന്ദ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള സൈനികരായിട്ട് ശ്രീവാസ് ഠാക്കൂറും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള
ഹരിദാസ് ഠാക്കൂറുണ്ട്, ശ്രീവാസ് ഠാക്കൂറുണ്ട്, മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള എല്ലാവരും ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ തിരുനാമം എല്ലായിടത്തും ചൊല്ലിക്കൊണ്ട്, കീർത്തനം ചൊല്ലിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നു. അതാണ് പറയുന്നത്. പാഷാണ്ഡദലനവന നിത്യാനന്ദരായ് ആചാര്യ ഹുങ്കാരെ പാപ പാഷണ്ഡി പാലായ്. വായിച്ചോളൂ. പാഷണ്ഡദലനവന നിത്യാനന്ദരായ് ആചാര്യ ഹുങ്കാര പാപ പാഷാണ്ഡി പാലയാം. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദിക്ക് ജയ്. നിത്യാനന്ദ പ്രഭു നിരീശ്വരവാദികളെ കീഴടക്കുന്നവനാണെന്ന് അവിടുത്തെ രൂപസവിശേഷതകൾ തന്നെ സൂചിപ്പിക്കുന്നു. അദ്വൈതാചാര്യന്റെ ഗർജനം കേട്ട് പാപികളും അവിശ്വാസികളും പലായനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ 2 സേനാപതികളായിട്ടുള്ള നിത്യാനന്ദ പ്രഭുവിനെയും അദ്വൈത ആചാര്യയെയും കുറിച്ച് പറയുന്നു. നിത്യാനന്ദ പ്രഭു ആണെങ്കിൽ പാഷാണ്ഡികൾ, അതായത് നിരീശ്വരവാദികളെ അവരെ പോലും ഭക്തരാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു നിത്യാനന്ദ പ്രഭുവിന്. അതേപോലെ അദ്വൈതാചാര്യ എന്താണ്? അദ്വൈതാചാര്യയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് ഈ പറയുന്ന അവിശ്വാസികളും അതേപോലെ തന്നെ പാപികളുമായിട്ടുള്ളവർ അവരുടെ പാപങ്ങളൊക്കെ മാറ്റുവാനുള്ള ശക്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും മഹാപ്രഭുവിൻ്റെ വളരെ എന്താ പറയുക, വലതും ഇടത്തും എന്ന് പറയുന്ന പോലെ മഹാപ്രഭുവിൻ്റെ ഈ ഒരു ദൗത്യം, അദ്ദേഹത്തിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം ആയിട്ടുള്ള ഹരേകൃഷ്ണ മഹാമന്ത്രം, അതാണല്ലോ ഹരേകൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവതാരത്തിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള കാരണമാണ്. അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെയധികം കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു, നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്നും ഭഗവാൻ തന്നെയാണ്, അല്ലേ? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ തന്നെ 5 പഞ്ചതത്വമായിട്ട് 5 തത്വങ്ങളായിട്ട് 5 പേരായിട്ട് വരുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ശക്തി തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. കാര്യം ഇവർ 3 പേരും വിഷ്ണു തത്വം തന്നെ. പിന്നെ ഉള്ളത് രാധാറാണി എന്ന് പറയുന്നത് അതായത് 2 പേരും ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും ഏക ആത്മ ദൂഹി ദേഹധാരി, അതും പറയുന്നുണ്ട് ചൈതന്യ ചരിതാമൃതത്തിൽ. ഒരേ വ്യക്തികളാണ് 2 ദേഹം ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം, രസാസ്വാദനത്തിന് വേണ്ടി. അപ്പോൾ അവിടെയും നമുക്ക് പറയാം ഭഗവാൻ തന്നെ എന്നുള്ളത്. പിന്നെയുള്ളത് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ ഭക്തരൂപത്തിലാണെങ്കിലും വളരെ വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. നാരദമുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ ശക്തിയുള്ളൊരു പ്രചാരകനാണ്, അല്ലേ? നമുക്കറിയാം ഭഗവാന്റെ ശക്തിയൊക്കെ അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും വലിയ പ്രചാരണം ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? നാരദമുനി. അതേ നാരദമുനി തന്നെയാണ് ശ്രീവാസ് ഠാക്കൂറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ശുദ്ധഭക്തന് ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ശക്തികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല രീതിയിൽ പല ഭാവത്തിൽ അവർ ആവിർഭവിച്ചു, എല്ലാം ഒരേ ഒരു ദൗത്യത്തിന് വേണ്ടി, അതായത് എല്ലാവർക്കും കൃഷ്ണാവബോധം കൊടുക്കുവാനും ഹരേകൃഷ്ണ മഹാമന്ത്രം എല്ലാവരിലും എത്തിക്കുവാനും. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം, അവതാരത്തിൻ്റെ ഉദ്ദേശം. അതായിരുന്നു ഇവർ ചെയ്യുന്നുണ്ടായിരുന്നത്. 77 സങ്കീർത്തന പ്രവർത്തക ശ്രീകൃഷ്ണ ചൈതന്യ സങ്കീർത്തന യജ്ഞേതാരേ ഭജസേ ധന്യ. ഹരേ കൃഷ്ണ. സങ്കീർത്തന പ്രവർത്തക ശ്രീകൃഷ്ണ ചൈതന്യ സങ്കീർത്തന യജ്ഞേതാരേ ഭജസേ ധന്യ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ചൈതന്യൻ സങ്കീർത്തന യജ്ഞത്തിന്റെ ഉപജ്ഞാതാവാണ്. സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് ആരാധിക്കുന്ന ഒരുവൻ തീർച്ചയായും പരമഭാഗ്യവാനാണ്. ഹരേ കൃഷ്ണ പ്രഭു. അപ്പോൾ സങ്കീർത്തന പ്രവർത്തക ശ്രീകൃഷ്ണ ചൈതന്യ സങ്കീർത്തന യജ്ഞേതാരേ ഭജസേ ധന്യ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഈ ഒരു ശ്ലോകമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏത് ശ്ലോകമാണെന്ന്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം. പിന്നെ
തം നമാമി ഹരിപരം. तं नमामि हरिं താങ്ക് യു പ്രഭു. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ശ്ലോകം ആ ശ്ലോകമല്ല, മഹാപ്രഭുവിൻ്റെ അവതാരവുമായിട്ട് ബന്ധമുള്ള ശ്ലോകം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രഭു യജ്ഞൈ സങ്കീർത്തനപ്രായൈ യജന്തി ആ ശ്ലോകം തന്നെ കറക്റ്റ്. ആ ശ്ലോകത്ത് എങ്ങനെയാണ് പറയൂ. യജ്ഞൈ സങ്കീർത്തനപ്രായൈ യജന്തി യജന്തിഹി സുമേധസ, അതാണ് അവസാനത്തെ രണ്ട് വരി. ഹോംവർക്കാണ്, ഞാൻ പറയില്ല, പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേ ശ്ലോകം തന്നെ, അതേ തീം തന്നെയാണ് ഇവിടെ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. സങ്കീർത്തന പ്രവർത്തക ശ്രീകൃഷ്ണ ചൈതന്യ സങ്കീർത്തന യജ്ഞതാരെ ഭജേ സേധന്യ. ചുരുക്കം പറയുകയാണെങ്കിൽ അതാണ് പറഞ്ഞത്. സങ്കീർത്തന ആന്തോളനം തുടങ്ങിയത് മഹാപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർ, അതാണ് പറയുന്നത് യജന്തിഹി സുമേധസ. ആരെല്ലാമാണോ ആ മഹാപ്രഭുവിൻ്റെ ഈ സങ്കീർത്തന ആന്തോളനം വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നത് ആരാണ്? ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യുന്നത്. സുമേധസ എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തന യജ്ഞതാരെ ഭജേ സേയ് ധന്യ. അങ്ങനെ ചെയ്യുന്നവർ വളരെ ധന്യരാണ്. അതായത് മഹാപ്രഭു ആണ് ഈ സങ്കീർത്തന ആന്തോളനം കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നവർ വളരെ ധന്യരാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിശാലികളാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സൈത സുമേധാര കുബുദ്ധി സംസാര സർവയജ്ഞ ഹൈത്തെ കൃഷ്ണ നാമയജ്ഞസാര. വായിക്കൂ. കൃഷ്ണ. ശ്ലോകം 78. സേയിദ സുമേധ ആര കുബുദ്ധി സംസാര സർവജ്ഞ ഹൈദേ കൃഷ്ണ നാമയജ്ഞസാര. വിവർത്തനം എസ് സി ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അത്തരമൊരു വ്യക്തി ശരിക്കും വിവേകശാലിയാണ്. എന്നാൽ കുബുദ്ധികളായ മറ്റുള്ളവർ നിർബന്ധമായും ജനന മരണങ്ങളുടെ ആവർത്തന ചക്രം അനുഭവിക്കണം. ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനം മറ്റെല്ലാ യജ്ഞങ്ങളെക്കാളും ഉത്കൃഷ്ടമാണ്. ഭാവാർത്ഥം. വേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ പിതാവും ഉപജ്ഞാതാവുമാണ്. ആരാണോ സ്വന്തം ജീവിതം, ധനം, ബുദ്ധി ആരാധിക്കുന്നത്, അവൻ ഭഗവാനാൽ അംഗീകരിക്കപ്പെടുകയും അവിടത്തെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു. മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ തന്റെ ഊർജം നിയോഗിച്ചേക്കാവുന്ന എല്ലാ യജ്ഞങ്ങളിലും വെച്ച് സർവോപരി മഹത്വമാർന്നത് സങ്കീർത്തന പ്രസ്ഥാനത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങൾ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി പറയുന്നു. ബുദ്ധിയുള്ളവർ, ശരിയായിട്ട് ബുദ്ധിയുള്ളവർ അവരെന്ത് ചെയ്യുന്നു? ഈ ഒരു സങ്കീർത്തന ആന്തോളനം, ഏറ്റവും മഹത്തായിട്ടുള്ള സങ്കീർത്തന ആന്തോളനത്തെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്ന് മഹാപ്രഭുവിനെ ആരാധിക്കുന്നു. എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലേ? ഈ ഒരു യജ്ഞം ചെയ്യുന്നു. ഈ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ഈ നാമസങ്കീർത്തനം എന്ന് പറയുന്ന യജ്ഞം ചെയ്യുന്നു. ബുദ്ധിയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. ബുദ്ധിയില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? അവർ ജന്മം മരണം വ്യാധി ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിപ്പോവും. അവരിവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും രക്ഷയായിട്ട് വന്നിട്ടുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരവും ഈ സങ്കീർത്തന ആന്തോളനവും ഹരേ കൃഷ്ണ മഹാമന്ത്രവും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ജന്മമരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം അതാണ് ചെയ്തിട്ടുള്ളത്. ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അതാണ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇനിയും അത് തന്നെ തുടർന്നു പോവും. പക്ഷേ ബുദ്ധിയുള്ളവർ ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ബുദ്ധിയുള്ളവരുടെ ഒരു കാറ്റഗറിയിൽ വരണം, അല്ലേ? ഇപ്പോൾ എങ്ങനെയോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ശ്രീല പ്രഭുപാജിയുടെ കാരുണ്യം കൊണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യതിചലിക്കാതെ, ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ, ഒരേ ഒരു ലക്ഷ്യം, അനന്യമായിട്ടുള്ള ലക്ഷ്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുള്ളൂ. ലക്ഷ്യം
അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൂരം ഒരുപാടുണ്ട്. ആ ദൂരമെല്ലാം നമ്മൾ നടക്കണം. നടന്ന് അവിടെ എത്തണം. എത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ സത്സംഗങ്ങൾ, സഹായിക്കുന്നതാണ് ശാസ്ത്ര പഠനം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്താണ്, ഒരുപാട് ടെംപ്റ്റേഷൻസ് ആണ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ. വഴി തെറ്റാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. വഴി തെറ്റാനുള്ള എല്ലാവിധ ഓപ്ഷൻസും നമുക്ക് കാണാം. ലോകം അങ്ങനെയാണ്, വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിലൊന്നും പെടാതെ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, മനുഷ്യജന്മത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരം, ഇത് ഉള്ളിൽ എപ്പോഴും വേണം. എപ്പോഴും ഓർമ്മ വേണം, രാധാകൃഷ്ണ സേവാപാവ് അഭിലാഷി. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്നും ചൊല്ലാറുള്ള കാലത്ത് നാമജപ സെഷനിൽ നമ്മൾ ഒരു സമയത്ത് ചൊല്ലാറുള്ള നമ്മുടെ യുഗലാഷ്ടകത്തിൽ എന്താണ് പറയുന്നത്? ജീവനേ മരണേ ഗതി ആരനഹി മോർ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും, അല്ലെങ്കിൽ മരിക്കുവാണെങ്കിലും ജീവിച്ചിരിക്കുവാണെങ്കിലും, ഏത് സാഹചര്യത്തിലും ഒരേ ഒരു ഗതിയുള്ളൂ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? രാധാകൃഷ്ണ സേവ. ജീവനെ മരണഗതി ആരനഹി മോർ. വേറെ ഒന്നുമില്ല. ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും മാത്രം. ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ. കൃഷ്ണപ്രേമമയി രാധാ പ്രേമമയോ ഹരി, ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. രാധാകൃഷ്ണ ഗതിർമമ. ഒരേ ഒരു ഗതി അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം രാധാകൃഷ്ണൻ മാത്രമാണ്. ഇത് നമ്മൾ ആ ലക്ഷ്യം മാറാതെ നോക്കണം. നമ്മൾ അതിനെ സഹായിക്കുന്നതാണ് ഈ സത്സംഗങ്ങൾ. ഈ സത്സംഗങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ കൂടുതൽ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നു, കൂടുതൽ ഭക്തരുമായിട്ട്, അതായത് നമുക്ക് പ്രോത്സാഹനം കിട്ടുന്ന ഭക്തരിൽ നിന്ന് നമ്മൾ പ്രോത്സാഹനം എടുക്കുന്നു, എന്നിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധിക്കും. പക്ഷേ ഇത് എത്ര കേട്ടിട്ടും കുറച്ച് ദിവസം ചെയ്യുന്നു, പിന്നെ ചെയ്യാതിരിക്കുന്നു, പിന്നെ വീണ്ടും ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു, ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ പോയിട്ട് കാര്യമില്ല. കൺസിസ്റ്റൻസി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ത്രിഗുണങ്ങളുടെ ഒരു അധീനതയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്ര നമ്മൾ ഉപദേശങ്ങൾ കൊടുത്തിട്ടും എത്ര നമ്മൾ പ്രോത്സാഹനം കൊടുത്തിട്ടും കാര്യമില്ല. കുറച്ച് ദിവസം ശരിയാവും, പിന്നെ വീണ്ടും പോവും. എന്താ ചെയ്യുക? ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു സമ്പർക്കം എപ്പോഴും നമ്മൾ വയ്ക്കുക. അങ്ങനെയുള്ളവരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഹരികഥ കേൾക്കുക, സത്സംഗങ്ങൾ കൂടുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തണുത്തു പോകും. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തണുപ്പം മട്ടിലാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് ആരെയും പുഷ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. കുറച്ചൊക്കെ അവനവൻ തന്നെ എടുക്കേണ്ട എഫേർട്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. നമ്മുടെ പ്രയത്നം ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രയത്നിച്ചില്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ ജീവിതത്തിൽ. ഭഗവാനാണോ നമ്മുടെ പ്രയോറിറ്റി? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. നമ്മുടെ പ്രയോറിറ്റി മാറുമ്പോൾ എല്ലാം പോകുന്നു. രണ്ട് തോണിയിലും കാലിടാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷേ അതിൻ്റെ അർത്ഥം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഹിമാലയത്തിൽ പോയിട്ട് നാമം ജപിച്ചിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് ഇരുന്നു കൊണ്ട് തന്നെ, ഈ ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഭഗവത് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. സാധിക്കായൊന്നുമില്ല. എങ്ങോട്ടും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കൂടുതൽ സമയം സത്സംഗങ്ങൾ കേട്ട് ഭഗവാന്റെ ഈ പറയുന്ന ശാസ്ത്രങ്ങൾ വായിച്ച് സത്സംഗങ്ങളിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു പ്രചോദനവും ഒരു ശക്തിയൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മളും താഴ്ന്നു പോകുന്നു. അപ്പോൾ ബുദ്ധിയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കില്ല. അതാണ് പറയുന്നത് ഇവിടെ ശ്ലോകത്തിൽ. യജന്തി ഹി സുമേധസ. ബുദ്ധിയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കില്ല. അവർ സങ്കീർത്തന യജ്ഞം
സങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുത്ത് അവരത് വേണ്ട രീതിയിൽ ചെയ്യുന്നു. കോട്ടി അശ്വമേധ ഏക കൃഷ്ണനാമ സമ ഏക ഹേസെ പാഷണ്ഡി ദണ്ഡേ താരയമ. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. കോടി അശ്വമേധ ഏക കൃഷ്ണനാമ സമ ഏക ഹേസെ പാഷണ്ഡി ദണ്ഡേ താരയമ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കോടി അശ്വമേധ ഏക കൃഷ്ണേ നാമ സമ ഏക ഹേസെ പാഷണ്ഡി ദണ്ഡേ താരേ യമ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. 1 കോടി മേധയാഗങ്ങൾ പോലും കൃഷ്ണന്റെ ഒരേയൊരു ദിവ്യനാമ കീർത്തനത്തിന് തുല്യമാണെന്ന് പറയുന്ന ഒരുവൻ നിസ്സംശയം ഒരു നിരീശ്വരവാദിയാണ്. അവൻ നിശ്ചയമായും യമരാജനാൽ ശിക്ഷിക്കപ്പെടും. ഭാവാർത്ഥം. നാമജപത്തിന് എതിരായുള്ള 10 അപരാധങ്ങളുടെ പട്ടികയിൽ 8ാമത്തേത് ധർമ്മ വ്രതത്യാഗ ഹുതാദി സർവ ശുഭക്രിയാ സാമ്യം അഭിപ്രമാദ എന്നതാണ്. ബ്രാഹ്മണർക്കോ സാധുക്കൾക്കോ നൽകുന്ന ദാനം പോലെയോ സന്നദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നത് പോലെയോ അന്നദാനം നടത്തുന്നത് പോലെയോ ഉള്ള ധർമ്മ പ്രവർത്തികൾക്ക് തുല്യമാണ് ഭഗവാന്റെ ദിവ്യ നാമ ജപമെന്ന് ആരും കരുതരുത്. ഇത്തരം ശുഭകർമ്മങ്ങൾക്കുള്ള ഫലം കൃഷ്ണന്റെ ദിവ്യനാമ കീർത്തനത്തിന്റെ ഫലത്തിന് തുല്യമല്ല തന്നെ. വൈദ്യശാസ്ത്രങ്ങൾ പറയുന്നു, ഗോകോടിദാനം ഗ്രഹണേ കഗസ്യ പ്രയാഗകം ഗോദക കൽപ്പവാസഃ യജ്ഞായുധം മേരു സുവർണദാനം ഗോവിന്ദ കീർത്തേർ ന സമം ശതാംശേഹേ. ഒരുവൻ സൂര്യഗ്രഹണ സമയത്ത് 1 കോടി പശുക്കളെ ദാനം ചെയ്താലും ഗംഗയുടെയും യമുനയുടെയും സംഗമമായ പ്രയാഗ നഗരിയിൽ കോടിക്കണക്കിന് വർഷം വസിച്ചാലും യജ്ഞത്തിൽ ബ്രാഹ്മണർക്ക് മേരുപർവ്വതത്തോളം സ്വർണം നൽകിയാലും അവന് ഹരേ കൃഷ്ണ ജപിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടത്തിന്റെ 100ൽ 1 അംശം നേട്ടം പോലും കിട്ടുകയില്ല. അതായത് ഹരേ കൃഷ്ണ കീർത്തനത്തെ ഏതെങ്കിലും തരത്തിലുള്ള പുണ്യപ്രവൃത്തിയായി കരുതി കൂട്ടുന്ന ഒരുവൻ പൂർണ്ണമായും അബദ്ധത്തിലാകുന്നു. തീർച്ചയായും നാമജപവും പുണ്യപ്രവൃത്തി തന്നെ. പക്ഷേ കൃഷ്ണനും കൃഷ്ണനാമവും ഇന്ദ്രിയാതീതമായതിനാൽ എല്ലാവിധ ലൗകിക പുണ്യകർമ്മങ്ങളിൽ നിന്നും വളരെ വളരെ ഉയരത്തിലാണെന്നതാണ് യാഥാർത്ഥ്യം. പുണ്യകർമ്മം ഭൗതിക തലത്തിലാണ്, പക്ഷേ കൃഷ്ണന്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനം പൂർണ്ണമായും ആധ്യാത്മിക തലത്തിലാണ്. അതിനാൽ പാഷണ്ഡികൾക്ക് ഇത് മനസ്സിലാവുകയില്ലെങ്കിലും കൃഷ്ണന്റെ ദിവ്യനാമ കീർത്തനത്തെ ഒരിക്കലും പുണ്യപ്രവൃത്തികളോട് താരതമ്യം ചെയ്യരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ ഭഗവാന്റെ തിരുനാമം ജപിക്കൽ അശ്വമേധ യജ്ഞം പോലെ വളരെ മഹത്തായിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിക്കുന്നത് പോലും വളരെ വലിയ തെറ്റാണ്. അങ്ങനെയുള്ള ഒരു പാഷണ്ഡികളാണെന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ തിരുനാമത്തിൻ്റെ ആ ഒരു മഹാത്മ്യത്തെ മനസ്സിലാക്കാത്തവർ ഒരു തരത്തിലുള്ള അശ്വമേധ യജ്ഞം എന്ന് പറയുന്നത് ഈ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പറയുന്ന യജ്ഞങ്ങളിൽ വെച്ച് ഇതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യമാണ്. അശ്വമേധ യജ്ഞമൊക്കെ എന്താണ് ഭൗതികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, യജ്ഞത്തിൻ്റെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ പോലും അതാണ് ഓഫ് കോഴ്സ് എല്ലാ യജ്ഞവും അങ്ങനെയാണല്ലോ. യജ്ഞം സർവ്വലോക ഭഗവാൻ കൃഷ്ണനിലേക്കാണ് എല്ലാം എത്തുന്നത്, യജ്ഞത്തിൻ്റെ ആ ഒരു ഫലമെല്ലാം. പക്ഷെ എന്നിരുന്നാലും അശ്വമേധ യജ്ഞം എന്ന് പറയുന്ന പോലെ മഹത്തായിട്ടുള്ള യജ്ഞങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നാമജപവുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഈ യജ്ഞങ്ങളെല്ലാം തന്നെ സങ്കീർത്തന യജ്ഞം ഒഴികെയുള്ള മറ്റുള്ള യജ്ഞങ്ങളെല്ലാം തന്നെ ഭൗതിക തലത്തിൽ വരുന്നതാണ്. അതാണ് പറയുന്നത്. സങ്കീർത്തന യജ്ഞം വരുന്നത് ആധ്യാത്മിക തലത്തില്ല. ഒരിക്കലും ഒരു തരത്തിൽ താരതമ്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു നാമാപരാധമാണ്. നമ്മൾ 10 അപരാധങ്ങൾ വായിക്കുമ്പോൾ അതിലെ ഒരു അപരാധം അതാണ്. considering chanting of Hare Krishna to be one of the auspicious and ritualistic activities which are offered in the Vedas as fruitive activities. കർമ്മകാണ്ഡ. അതായത് അവിടെ പറയുന്നത് എന്താണ്? ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് വേദശാസ്ത്രങ്ങളിൽ പറയുന്ന പുണ്യകർമ്മവുമായിട്ട് താരതമ്യം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയാണ് ഇതും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് നാമാപരാധമാണ്. നാമത്തിൻ്റെ ഒരു സ്ഥാനം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അചിന്ത്യമായിട്ടുള്ളൊരു സ്ഥാനമാണ്. പൂർണ്ണമായിട്ടും ആധ്യാത്മിക തലത്തിലുള്ള ഒരു കാര്യമാണ് നാമജപം. ഭൗതികമായിട്ടുള്ള ഒരു യജ്ഞവും ഈ പറയുന്ന
ഒരു യജ്ഞവുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ശ്ലോകം വേദശാസ്ത്രങ്ങളിൽ നിന്നുള്ളത് ശ്രീല പ്രഭുപാജിയുടെ തന്നിട്ടുണ്ട്. എന്താണ്? ഗോകോടി ദാനം ഗൃഹനെ ഖഗസ്യ പ്രയാഗ ഗംഗോദകേ കൽപ്പവാസ യജ്ഞായുധം മേരു സുവർണദാനം ഗോവിന്ദകീർത്തേന സമം ശതാംശേ. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. ഒന്ന് നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗോകോടി ദാനം, കോടിക്കണക്കിന് പശുക്കളെ നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ എന്ന് ഗ്രഹണം, അതായത് സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് പശുദാനമൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു പുണ്യപ്രവർത്തനമാണ്, വലിയൊരു കാര്യമാണ്. പുണ്യപ്രവർത്തനങ്ങൾ വെച്ച് പറയാൻ പറ്റുന്ന വലിയൊരു കാര്യമാണത്. അപ്പോൾ സൂര്യഗ്രഹണ ദിവസം 10 അല്ലെങ്കിൽ കോടിക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യുന്നതും പ്രയാഗ ഗംഗോദക കൽപ്പവാസ, പ്രയാഗ നമുക്കറിയാം, പ്രയാഗ് ഗംഗ യമുന സരസ്വതി എവിടെയാണ്? 3 പേരും കൂടെ 3 നദികളും യോജിക്കുന്നത് പ്രയാഗ തീർത്ഥത്തിൽ. പ്രയാഗ തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മഹത്തായിട്ടുള്ള ഒരു പുണ്യസ്ഥലമാണ് അല്ലേ. അങ്ങനെയുള്ള പ്രയാഗ തീർത്ഥത്തിൽ നമ്മൾ കാലാകാലങ്ങൾ അല്ലെങ്കിൽ ഒരു കൽപ്പം നമ്മളവിടെ വസിച്ചാലും, ഒരു കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വർഷങ്ങളാണ് അല്ലേ. 432 കോടി വർഷങ്ങൾ. അപ്പോൾ ഒരു കൽപ്പകാലത്തോളം നമ്മളവിടെ ഈ പ്രയാഗ തീരത്തിൽ താമസിച്ചു കഴിഞ്ഞാലും വസിച്ചാലും, അതേപോലെ തന്നെ സുമേരു പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ബ്രഹ്മാണ്ടത്തിലെ വളരെ എന്താ പറയുക, ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു വലിയൊരു പർവ്വതമാണ് സുമേരു പർവ്വതം. നമ്മൾ ഭാഗവതത്തിലെ 5ാമത്തെ സ്കന്ധത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ ലോകങ്ങളെക്കുറിച്ച്, 14 ലോകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സുമേരു പർവ്വതം അവിടെ കാണാം. സുമേരു പർവ്വതം ഹിമാലയ പർവ്വതമൊന്നുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല, അത്രമാത്രം വലുതാണ് സുമേരു പർവ്വതം. അപ്പോൾ സുമേരു പർവ്വതം പോലെ അത്ര അധികം സ്വർണം നമ്മൾ ദാനം ചെയ്താലും ബ്രാഹ്മണർക്ക്, അതായത് ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഗോകോടി ദാനം, കോടിക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യുക സൂര്യഗ്രഹണത്തിൻ്റെ ദിവസം. അതേപോലെ പ്രയാഗ തീരത്തിൽ നമ്മൾ കാലത്തോളം വസിക്കുക. അതേപോലെ സുമേരു പർവ്വതം പോലെ അത്രയധികം സ്വർണം നമ്മൾ ദാനം ചെയ്യുക ബ്രാഹ്മണർക്ക്. ഇതൊക്കെ ചെയ്യുന്നത് ഗോവിന്ദ കീർത്തന സമം ശതാംശൈ. ഗോവിന്ദ കീർത്തനവുമായിട്ട് ഒരു കാരണവശാലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ആ ഗോവിന്ദ കീർത്തനത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ആവുന്നില്ല ഇതൊക്കെ. അതായത് ചുരുക്കം പറയുവാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭൗതികമായിട്ടുള്ള ഈ പറയുന്ന പുണ്യപ്രവർത്തനങ്ങളും ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ തിരുനാമം എവിടെയോ ഇരിക്കുന്നു, ഈ പുണ്യപ്രവർത്തനങ്ങളൊക്കെ എവിടെയോ താഴെയിരിക്കുന്നു. അപ്പോൾ ഇതിനും മഹത്തായിട്ടുള്ളൊരു കാര്യം വേറെയില്ല. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്, വീണ്ടും നമ്മൾ കേൾക്കുന്നത്, വീണ്ടും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന ഭഗവാന്റെ തിരുനാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം, കീർത്തനത്തിലാണെങ്കിലും ജപമാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനും വലിയൊരു യജ്ഞം വേറെയില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയുള്ള ആയുധമാണ് ഈ ഭൗതിക ലോകം തരണം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. മറ്റുള്ള ഈ പറയുന്ന പുണ്യപ്രവർത്തനങ്ങൾ നമ്മൾ ജന്മജന്മാന്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് ഈ ഒരു ജന്മത്തിൽ ചെയ്യുന്ന ഹരേകൃഷ്ണ മഹാമന്ത്രവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ശക്തി, ഭഗവാന്റെ തിരുനാമത്തിൻ്റെ ശക്തി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അചിന്ത്യമാണ്. ഒരു ഗുണവുമില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മളെപ്പോലുള്ളവരെ പോലും ഈ ഭൗതിക ലോകത്തെ തരണം ചെയ്ത് ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കുവാനുള്ള ശക്തി പൂർണ്ണമായിട്ടും ഭഗവാൻ കൃഷ്ണൻ ആ നാമങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. നാംനാം അകാരി ബഹുദ നിജ സർവശക്തിസ് തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ. സർവശക്തിയും ഭഗവാൻ അതിൽ കൊടുത്തേക്കുവാണ്, നാമത്തിലുണ്ട്.
പറയുന്നു ഭഗവാനേക്കാൾ ശക്തി കൂടുതലാണ് ഭഗവാന്റെ നാമത്തിന്. യശോദാമായി കൃഷ്ണലീലയിൽ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അവതാരം എടുക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണനെ ഉപദ്രവിക്കാൻ ഒരുപാട് രാക്ഷസർ വന്നു. പൂതന വന്നു, തൃണാവർത്ത വന്നു, മറ്റേ വേറെ ഒരുപാട് അസുരന്മാർ വന്ന് ഭഗവാനെ കൊല്ലുവാൻ നോക്കി, ഉപദ്രവിക്കാൻ നോക്കി അല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ആ സമയത്തൊക്കെ യശോദാമയി എന്താണ് ചെയ്തിരുന്നത്? യശോദാമയി ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമം ജപിക്കും. അതായത് ഭഗവാൻ എന്നിട്ട് പറയും എൻ്റെ മകനെ രക്ഷിക്കണേ. കാര്യം കൃഷ്ണനെ കാണുന്നത് സാധാരണ ഒരു കുട്ടിയായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ്റെ രക്ഷയ്ക്കായിട്ട് കൃഷ്ണൻ്റെ അമ്മ ജപിക്കുന്നതും കൃഷ്ണനാമമാണ്. അപ്പോൾ കൃഷ്ണനാമം എവിടെയാണ്? കൃഷ്ണൻ്റെ രക്ഷയ്ക്കായി കൃഷ്ണനാമം ജപിക്കുന്നു. അപ്പോൾ കൃഷ്ണനാമത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുക, വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് എന്താ പറയുക, സ്റ്റാമ്പ് അടിക്കണം. എന്താണ് ഈ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ശക്തി? ക്ഷമിക്കണം. അപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രം അത്രമാത്രം ശക്തി ഉള്ള മന്ത്രമാണ്. അതുമാത്രമല്ല, ഇനി വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത് മാത്രം മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മാത്രം, ഭഗവാന്റെ തിരുനാമം മാത്രം നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നു. ഒരു കാരണവശാലും നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈവൻ നമ്മൾ അമ്പലങ്ങളിൽ പോയി ദർശനം എടുക്കുന്നതും പോലും നമ്മൾ ദർശനം എടുക്കുന്നത് വലിയ കാര്യമാണ്. ശരി, നമ്മൾ ഭഗവാന്റെ ഇപ്പോൾ ഒരുപക്ഷെ ഭക്തിയിൽ വന്നതിന് ശേഷം അമ്പലത്തിൽ പോകുമ്പോൾ, നമ്മൾ ഭഗവാന്റെ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഭാവവും ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ പോയിരുന്ന സമയത്തുണ്ടായിരുന്ന ഭാവം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ പല ആളുകളും പറയും ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ ദർശനത്തിന് നമ്മൾ പോവുക, ശരിയായിട്ടുള്ള ഭാവത്തോടു കൂടി പോവുകയാണെങ്കിൽ ശരി, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് തീർത്ഥാടനം ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വീട്ടിലിരുന്ന് മര്യാദയ്ക്ക് നാമം ജപിക്കുന്നതാണ്. ഭാവം ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാവം ശരിയായിട്ടുള്ള ഭാവത്തിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അത് ഏത് സ്ഥലമാണെങ്കിലും, ഏത് പുണ്യതീർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും, ഏത് പുണ്യസ്ഥലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും, വൃന്ദാവനമാവട്ടെ, നവദ്വീപ് ആവട്ടെ, അതേപോലെ ദ്വാരകയാവട്ടെ, ഹരിദ്വാർ ആവട്ടെ, ഏത് സ്ഥലമാണെങ്കിലും ഇതെല്ലാം പുണ്യതീർത്ഥങ്ങളാണ്. വളരെ മഹത്തായിട്ടുള്ള സ്ഥലങ്ങളാണ്, ഭഗവാന്റെ ധാമങ്ങളാണ്, ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്, ഒരുപാട് ശക്തിയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ പോകുന്നത് സ്ഥലങ്ങൾ കാണുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുക, ഇതൊന്നുമല്ല. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് ചെയ്യുന്നു. പക്ഷെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഭാവം ശരിയായിട്ടുള്ള തരത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ വെറുതെ നമ്മൾ പേരിന് കുറേ സ്ഥലങ്ങളിൽ പോയോണ്ട് കാര്യമില്ല. അതിനേക്കാൾ ഉത്തമമായിട്ട് ആ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച നമ്മൾ അങ്ങനെ കുറേ കറങ്ങി പോന്നു. പക്ഷേ ഈ കറങ്ങി പോരുന്ന വ്യക്തികൾ ഭഗവാന്റെ നാമം ജപിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് കാര്യം. അതാണ് പറഞ്ഞു വരുന്ന പോയിന്റ്. അപ്പോൾ നാമം ജപിക്കുന്നു, കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നു, വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തർ ഇതേപോലെ തീർത്ഥാടനത്തിന് പോകും. അത് വളരെ മഹത്തായിട്ടുള്ള കാര്യം. അവരുടെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ടാവും. ജപമാലയിൽ നിന്ന് കൈയെടുക്കില്ല. അപ്പോൾ ഇതേപോലെ യാത്രകൾക്ക് പോകുമ്പോൾ കൂടുതൽ നാമം ജപിക്കുന്നു അങ്ങനെയുള്ളവർ. അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതിനും വലിയൊരു കാര്യം വേറെ ഇല്ല. പക്ഷേ വെറുതെ സ്ഥലം മാത്രം കണ്ടുവന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല, ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നില്ലെങ്കിൽ നമ്മൾ സമയം പാഴാക്കുവാണ്. വെറുതെ സ്ഥലങ്ങൾ കണ്ടു, ഇത് ടൂറിന് പോകുന്ന പോലെയാണ്.
വെറുതെ ടൂറിന് നമ്മൾ സാധാരണ ഏതെങ്കിലും സ്ഥലത്ത് പോയി വരുന്ന പോലെ. പക്ഷേ ഇടയിൽ ഒരു അമ്പലത്തിൽ കയറുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ശരിയായിട്ടുള്ള ഭാവത്തിൽ അല്ലെങ്കിൽ വേണ്ട കാര്യം ഈ ഈ യുഗത്തിൽ പറഞ്ഞിട്ടുള്ള ആ യുഗധർമ്മം ചെയ്യാതെ അമ്പലങ്ങൾ മാത്രം പോയോണ്ട് കാര്യം വരുന്നില്ല. അപ്പോൾ ഭഗവാന്റെ നാമം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. ഇതെല്ലാം ഒരുമിച്ച് എന്ത് നമ്മൾ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് പറയുന്നത്, പുണ്യസ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നാമം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. നാമം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എവിടെയും പോയിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാമമില്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും ആധാരം ഭഗവാന്റെ തിരുനാമമാണ്. ഭാഗവത സന്ദർഭ ഗ്രന്ഥേര മംഗളാചരണേ ഏ ശ്ലോക ജീവ ഗോസായ് കറിയാചേന വ്യാഖ്യാനേ. വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഭാഗവത സന്ദർഭ ഗ്രന്ഥേര മംഗളാചരണേ ഏ ശ്ലോക ജീവ ഗോസാനി കരിയാചേന വ്യാഖ്യാനേ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ഭാഗവത സന്ദർഭം എന്ന ഗ്രന്ഥത്തിന്റെ മംഗളാചരണത്തിൽ ശ്രീല ജീവഗോസ്വാമി താഴെ വരുന്ന ശ്ലോകം ഒരു വിശദീകരണമായി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഭാഗവത സന്ദർഭം ശ്രീല ജീവഗോസ്വാമിയുടെ ഒരു കൃതിയാണ്. ഒരുപാട് സന്ദർഭങ്ങൾ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ശ്ലോകമാണ് ഇനി അടുത്ത ശ്ലോകം. നോക്കാം എന്താണെന്ന്. അന്തകൃഷ്ണം ബഹിർഗൗരം ദർശിതാംഗാദി വൈഭവം കലോ സങ്കീർത്തനാദ്യൈ സ്മ കൃഷ്ണ ചൈതന്യമാശ്രിതഃ. അന്തകൃഷ്ണം ബഹിർഗൗരം ദർശിതാംഗാദി വൈഭവം കലോ സങ്കീർത്തനാദ്യൈ സ്മ കൃഷ്ണ ചൈതന്യമാശ്രിതഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അന്തകൃഷ്ണം ബഹിർഗൗരം ദർശിതാംഗാദി വൈഭവം കലൗ സങ്കീർത്തനാദ്യേ സ്മ കൃഷ്ണചൈതന്യം ആശ്രിതാഃ. വിവർത്തനം ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ബാഹ്യമായി ഗൗരവർണവും എന്നാൽ ആന്തരികമായി കൃഷ്ണൻ തന്നെയുമായ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ കലിയുഗത്തിൽ അവിടുന്ന് തന്റെ വിസ്തരണങ്ങളോടുകൂടി അംഗങ്ങളും ഉപാംഗങ്ങളും നാമസങ്കീർത്തന യജ്ഞം പ്രദർശിപ്പിക്കുന്നു. ഭാവാർത്ഥം. ഈ അധ്യായത്തിന്റെ 52-ാം ശ്ലോകത്തിൽ കൃഷ്ണവർണം തൃഷാകൃഷ്ണം ഉദ്ധരിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ശ്ലോകം 11:5-32 തന്റെ ഭാഗവത സന്ദർഭത്തിന്റെ അഥവാ ഷഡ് സന്ദർഭത്തിന്റെ മംഗളാചരണ ശ്ലോകമായി ശ്രീല ജീവഗോസ്വാമി ചേർത്തിരിക്കുന്നു. അതേ ഗ്രന്ഥത്തിന്റെ 2-ാം ശ്ലോകമായി കൊടുത്തിട്ടുള്ളതും ഫലത്തിൽ ഭാഗവത ശ്ലോകത്തിന്റെ അതേ വിശദീകരണവും ആകുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഈ ശ്ലോകം 81. നവയോഗികളിൽ ഒരുവനായിരിക്കുന്ന കരഭാജന മുനിയിൽ പ്രസ്താവിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകം ശ്രീല ജീവഗോസ്വാമി തന്റെ ഷഡ്സന്ദർഭത്തിന്റെ വ്യാഖ്യാനമായ സർവസംവാദിനിയിൽ വിപുലമായി വിശദീകരിച്ചിട്ടുണ്ട്. അന്തകൃഷ്ണ എന്ന പദങ്ങൾ സദാ കൃഷ്ണനെ സ്മരിക്കുന്ന ഒരുവനെ പരാമർശിക്കുന്നു. ഈ മനോഭാവം ശ്രീമതി രാധാറാണിയുടെ ഒരു സുപ്രധാന സവിശേഷതയാണ്. ഒട്ടനവധി ഭക്തന്മാർ എല്ലായ്പ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ ഗോപികമാരുടെ കൃഷ്ണസ്മരണത്തെ കവച്ചുവെക്കാനാവില്ല. അങ്ങനെയുള്ള ഗോപികമാരിൽ വെച്ച് രാധാറാണിയാണ് കൃഷ്ണസ്മരണത്തിൽ നായിക. കൃഷ്ണസ്മരണയിൽ എല്ലായ്പ്പോഴും മുമ്പിലായ രാധാറാണി ആദിയായ ഗോപികമാരെ അക്കാര്യത്തിൽ കവച്ചുവെക്കാൻ ആർക്കും കഴിയില്ല. കൃഷ്ണസ്മരണയുടെ വിഷയത്തിൽ നേതൃസ്ഥാനത്ത് ശ്രീമതി രാധാറാണി തന്നെയാകുന്നു. രാധാറാണിയുടെ കൃഷ്ണപ്രേമം മറ്റെല്ലാ ഭക്തരുടേതിനെയും അതിക്രമിക്കുന്നു. കൃഷ്ണനെ അറിയുന്നതിനായി ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചു. അതുകൊണ്ട് അവിടുന്ന് രാധാറാണിയെ പോലെ എല്ലായ്പ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു. കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ച് അവിടുന്ന് എല്ലായ്പ്പോഴും കൃഷ്ണനോട് ഐകമത്യത്തിൽ വർത്തിച്ചു. ഉരുക്കിയ സ്വർണത്തിന്റെ ശോഭയോടുകൂടിയ ശ്രീ ചൈതന്യൻ അതേസമയം തന്നെ തന്റെ നിത്യപാർഷദന്മാരെയും ഐശ്വര്യങ്ങളെയും വിസ്തരണങ്ങളെയും അവതാരങ്ങളെയും
ഭാവങ്ങളെയും പ്രത്യക്ഷീകരിച്ചു. അവിടുന്ന് ഹരേകൃഷ്ണ കീർത്തനത്തിന്റെ പ്രക്രിയ പ്രചരിപ്പിച്ചു. അവിടുത്തെ പാദപത്മങ്ങൾക്ക് വിധേയരായവർ മഹാത്മാക്കളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം ശ്രീല ജീവഗോസ്വാമി ഷഡ് സന്ദർഭത്തിലെ മംഗളാചരണമായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകം ഏത് ശ്ലോകമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത്? കൃഷ്ണവർണം തുഷാകൃഷ്ണം സംഗോപാംഗാസ്തര പാർഷദം യജ്ഞസങ്കീർത്തന പ്രായ യജന്തേഹി സുമേധസ. ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള ശ്ലോകം. ഓക്കെ, അപ്പോൾ ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ആ ശ്ലോകം. അപ്പോൾ ആ ശ്ലോകത്തിൽ പറയുന്നു കൃഷ്ണവർണം തുഷ അകൃഷ്ണം. ഭഗവാൻ കൃഷ്ണ ചൈതന്യ മഹാപ്രഭു അകൃഷ്ണം, ഭഗവാൻ കൃഷ്ണൻ്റെ ശ്യാമസുന്ദർ രൂപത്തിലല്ല വരുന്നത്, നേരെ മറിച്ച് സുവർണ നിറത്തിൽ വരുന്നു, ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ. എന്നിട്ട് അദ്ദേഹം എപ്പോഴും കൃഷ്ണവർണം, എപ്പോഴും ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ്. അപ്പോൾ ആ ഒരു ഭാവം രാധാറാണിയുടെ ഭാവമാണ്. അതാണ് ഇവിടെ പറയുന്നത് ശീലപ്രഭുജി ഭാവാർത്ഥത്തിലും. ആ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ അംഗങ്ങളും ഉപാംഗങ്ങളും ഒക്കെ, അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിസ്തരണങ്ങൾ ഒരുപാട് പേര് കൂടെ വന്നു. ഇവരെല്ലാവരും ചെയ്തത് എന്താണ്? സങ്കീർത്തന യജ്ഞമാണ് ചെയ്തത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം സങ്കീർത്തനം ചെയ്തു അല്ലേ? അപ്പോൾ ആ ഒരു ശ്ലോകമായിട്ട് ഒരു സാമ്യമുള്ള ശ്ലോകമാണ് ഇവിടെ ശീലജീവ ഗോസ്വാമി എഴുതിയിട്ടുള്ളത്. അന്തകൃഷ്ണം ബഹിർഗൗരം ദർശിതാംഗാദിവൈഭവം കലോ സങ്കീർത്തനാധ്യേ സ്മ കൃഷ്ണ ചൈതന്യമാശ്രിത. പിന്നെ പറയുന്നത് എന്താണ്? ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഏത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ? ആ ശ്രീ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തിൻ്റെ നിറം ഗൗര നിറമാണ്. അന്തകൃഷ്ണം ബഹിർഗൗരം, അകത്ത് കൃഷ്ണൻ തന്നെ, പുറമേ എങ്ങനെയാണ്? ഗൗരം. അതായത് അദ്ദേഹത്തിൻ്റെ രൂപം അല്ലെങ്കിൽ നിറം എന്താണ്? ഗൗരനിറം അല്ലെങ്കിൽ സുവർണ നിറമാണ്, രാധാറാണിയുടെ നിറമാണ്. എന്നാൽ വ്യക്തി ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. ഓക്കെ, അവിടെ ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വാക്ക് തന്നെ അന്ധ കൃഷ്ണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? എപ്പോഴും സദാസമയം ഭഗവാൻ കൃഷ്ണനെ ചിന്തിക്കുന്ന വ്യക്തി. സദാസമയം ഭഗവാൻ കൃഷ്ണനെ ചിന്തിക്കുന്നു. അത് ആർക്കാണ് സാധിക്കുന്നത്? ശ്രീമതി രാധാറാണി അല്ലേ? ശ്രീമതി രാധാറാണിയെ പോലെ വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രഭുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഭക്തരിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് ചക്രവർത്തി പറയുന്നു, ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയത് തദ്ധാമ വൃന്ദാവനം രമ്യ കാചിത് ഉപാസനോ വ്രജവധു വർഗേന വാ കൽപ്പിത ശ്രീമദ് ഭാഗവതം പുരാണമമലം പ്രേമപൂമർത്തോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുർ മതമിതം തത്രാതര നാപർഹ. അതായത് ശ്രീനാഥ് ചക്രവർത്തി എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ഗൗഡീയ വൈഷ്ണവൻ, അദ്ദേഹത്തിൻ്റെ ചൈതന്യ മതമഞ്ജുഷ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു മഹാപ്രഭുവിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ് മഹാപ്രഭുവിൻ്റെ അഭിപ്രായങ്ങൾ? ആരാധ്യ ഭഗവാൻ വ്രജേഷു തന്നെ, അതായത് ഭഗവാൻ ഒരുപാട് വിസ്തരണങ്ങളുണ്ട്, ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് അവതാരങ്ങളുണ്ട്. പക്ഷേ ആരാധ്യ ഭഗവാൻ ഏറ്റവും ഉന്നതനായിട്ടുള്ള മഹാപ്രഭുവിൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാസന അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് വ്രജേഷു തനയ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലെ നന്ദഗോപൻ്റെ തനയ മകൻ. വ്രജ ഈഷ എന്ന് ഉദ്ദേശിക്കുന്നത് നന്ദഗോപരുടെ മകനാരാണ്? കൃഷ്ണൻ. അപ്പോൾ നന്ദഗോപരുടെ മകനായിട്ടുള്ള വൃന്ദാവനത്തിലെ വ്രജേന്ദ്ര നന്ദൻ കൃഷ്ണനാണ് ഏറ്റവും, അതായത് ആരാധകരിൽ വെച്ച് ഏറ്റവും നല്ല ആരാധന അതാണ് നല്ലതെന്നാണ് മഹാപ്രഭുവിൻ്റെ അഭിപ്രായം എന്ന് ശ്രീനാഥ് ചക്രവർത്തി പറയുന്നു.
അപ്പോൾ ആരാധ്യ ഭഗവാൻ വ്രജേഷു തന്നെ. പിന്നെ തദ്ധാമ വൃന്ദാവനം, വൃന്ദാവനമാണ് എല്ലാ ധാമങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള ധാമം. രമ്യ കാച്ചിത് ഉപാസനോ വ്രജവധു. പിന്നെ ഉപാസന ഭക്തരിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനം ആർക്കാണ്? ഗോപികമാർക്ക്. രമ്യ കാച്ചിത് ഉപാസനോ വ്രജവധു, അതായത് വൃന്ദാവനത്തിലെ ഗോപികമാർ. അപ്പോൾ ഗോപികമാരുടെ സ്ഥാനം വലിയ സ്ഥാനമാണ്. പിന്നെന്താണ് പറയുന്നത്? ശ്രീമദ് ഭാഗവതം പ്രമാണം അല്ലെങ്കിൽ പുരാണം അമലം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അഭിപ്രായം എന്താണ്? ശ്രീമദ് ഭാഗവതം പോലെ വളരെ മഹത്തായിട്ടുള്ള ഒരു പുരാണം വേറെയില്ല. ഇതൊക്കെ മഹാപ്രഭുവിൻ്റെ അഭിപ്രായമാണ്. മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇതാണ് ബെസ്റ്റ് പറയില്ലേ, അതായത് നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് നമ്മൾ പറയും. എന്താ പറയുക? ബെസ്റ്റ്, ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ അല്ലേ. അതേപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് പറയുന്നത് മഹാപ്രഭുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് അദ്ദേഹം പറയുന്നു ഏറ്റവും മഹത്തായിട്ടുള്ള ഗ്രന്ഥം. അതേപോലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളത് ആർക്കാണ്? ഗോപികമാർക്ക്. അപ്പോൾ ഗോപികമാരിൽ വെച്ച് ഗോപിക ചൂടാമണി ആരാണ്? ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിയെ പോലെ വേറെ ആരുമില്ല അല്ലേ. ശ്രീമതി രാധാറാണിയുമായിട്ട് നമുക്ക് ആരെയും താരതമ്യം ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇവിടെ അന്തഃ കൃഷ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് സദാസമയം ഭഗവാൻ കൃഷ്ണനെ ചിന്തിക്കുന്ന ആ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഉയർന്ന സ്ഥാനത്തുള്ള ആ ഭക്ത, അതാരാണ്? ശ്രീമതി രാധാറാണി. അപ്പോൾ അതുകൊണ്ടാണ് മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് അല്ലേ. കൃഷ്ണനാണ് അദ്ദേഹം, പക്ഷേ ഭാവം രാധയുടെയും. ഇതിനും ഇതേപോലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അവതാരം വേറെയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ അവതാരങ്ങളിൽ നോക്കുമ്പോൾ ആ വ്യക്തി ആരാണ്? കൃഷ്ണൻ. പക്ഷെ ഭാവം ആരുടെയാണ്? രാധാറാണിയുടെ. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഭക്തയുടെ അല്ലെങ്കിൽ ഭക്തൻ്റെ ഭാവത്തിലാണ്. ആ വ്യക്തിയാണ് മഹാപ്രഭു. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ശ്രീകൃഷ്ണനേക്കാൾ മഹത്തായിട്ടുള്ളതെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തേക്കാൾ മഹത്തായിട്ടുള്ള അവതാരമാണ്, പരിപൂർണമായിട്ടുള്ള അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഭക്തരുടെ ആ ഭാവം അദ്ദേഹം മനസ്സിലാക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുമ്പോഴാണ്. കാരണം ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. രാധാറാണിയുടെ ഭാവം എടുത്തുകൊണ്ട് അദ്ദേഹം അത് ആസ്വദിക്കുന്നു. അന്തഃകൃഷ്ണ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴും കൃഷ്ണനെ ചിന്തിക്കുന്ന വ്യക്തി. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്രീമതി രാധാറാണിയുടെ. അപ്പോൾ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് മഹാപ്രഭു ഉള്ളത് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറവും എന്താണ്? ആ മദനാഖ്യ മഹാഭാവമാണ് രാധാറാണിയുടെ ഭാവം. മഹാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പോലും സാധിക്കില്ല, അത്രയും ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനമാണ്. നമ്മൾ പറയുമല്ലോ, ഈ പറയുന്ന ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ അതെല്ലാം കഴിഞ്ഞ് അവസാനം നിഷ്ഠരുചി ഭാവ പ്രേമ. ആ പ്രേമ എന്ന് പറയുന്നതിന് വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് അതിലേറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് മഹാഭാവം എന്ന് പറയും. ഈ മഹാഭാവം രാധാറാണിക്ക് മാത്രമേ ഉള്ളൂ, രാധാറാണിക്ക് മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. രാധാറാണിയുടെ ഉള്ളിലുള്ള ആ ഭാവം കൃഷ്ണനോടുള്ളത്. അപ്പോൾ പ്രേമത്തിൻ്റെ 7 വിഭാജനമുണ്ട്, അതാണ് പറയുന്നത്. നമ്മളിപ്പോഴും പറയും കൃഷ്ണപ്രേമം എന്ന് പറയുന്നു അല്ലേ. കൃഷ്ണപ്രേമം നമ്മളെ സംബന്ധിച്ച് മാക്സിമം ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നൊരു സ്ഥാനം അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്താണ് ഈ പ്രേമത്തിന് വീണ്ടും 7 ഡിവിഷനുണ്ട്, ആ ഭാഗങ്ങളൊക്കെ. രാഗ, അനുരാഗ, മാൻ, അങ്ങനെ 7 അവസാനം വരുന്ന മഹാഭാവം. മഹാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് രാധാറാണിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാവത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു വരുന്നതും അദ്ദേഹത്തിൻ്റെ ഭാവം അതാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം സ്വന്തമായിട്ട് ആ ഭാവം ആസ്വദിക്കുന്നു.
അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും നമ്മളെപ്പോലുള്ള അധപതിച്ചിട്ടുള്ളവർക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രവും തരുന്നു. അദ്ദേഹം എല്ലായിടത്തും നടന്ന് നമുക്ക് ഭഗവാന്റെ തിരുനാമം തന്നു. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് അവസാനത്തെ വരിയിൽ ശില പ്രഭുപാദി പറയുന്നത് എന്താണ്? ആ മഹാപ്രഭുവിനെ ശരണം പ്രാപിച്ചിട്ടുള്ളവരുടെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണെങ്കിലും വലിയൊരു കാര്യമാണ്. ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല. ഇത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമാണ്, ശ്രീല പ്രഭുപാദിയുടെ മഹാകാരുണ്യമാണ്, നമ്മുടെ ആചാര്യന്മാരുടെ മഹാകാരുണ്യമാണ് നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ വരാൻ സാധിച്ചതും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മഹാപ്രഭുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും കുറച്ചെങ്കിൽ കുറച്ച് മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്ന മഹത്തായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം ശ്രീ ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അവസരം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. മഹാപ്രഭു പറയുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാമം ജപിക്കുവാനും വൈഷ്ണവ സേവ ചെയ്യുവാനുമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃत की जय, श्रीला कृष्णदास कविराज गोस्वामी की जय, श्रीला प्रभुपाद की जय, समवेत गौर भक्तवृंद की जय. थैंक यू. हरे कृष्णा. हरे कृष्ण. थैंक यू वेरी मच. हरे कृष्ण प्रभु. दंडवत प्रणाम. दंडवत प्रणाम. हरे कृष्ण. हरे कृष्ण प्रभु. प्रणाम.